Hi, once again, warm welcome to Voice of Edin, and very good morning to everyone. Man needs difficulties in his life because they are necessary to enjoy the success. Without positive attitude, success is called luck, and with positive attitude, the success is called achievement. मनुष्य को जीवन में कठिनाइयों की आवश्यकता होती है क्योंकि सफलता का आनंद लेने के लिए वो आवश्यक है। सकारात्मक दृष्टिकोण के बिना सफलता को भाग्य कहा जाता है और सकारात्मक दृष्टिकोण के साथ सफलता को उपलब्धि कहा जाता है। These are the words from the great man who was our president, and more than of that, the missile man of India, who led India to a great vision, who taught us to dream and big. bigger up to the limit of the sky. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാകും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവനും പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെയും തോൽക്കാൻ മാത്രമേ സമയമുണ്ടാകൂ. ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ തയ്യാറായി ഇറങ്ങൂ. എന്നാൽ നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാം. 1000 തവണ ഉറക്കെ വിളിച്ചു പറഞ്ഞാലും നമ്മെക്കുറിച്ച് നാം പറയുന്ന സത്യത്തെക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പതുക്കെ പറയുന്ന കള്ളത്തരങ്ങളെ ആവും. മനുഷ്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ആവശ്യകത അഥവാ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു ഘടകം ആണ്. കാരണം വിജയം ആസ്വദിക്കുവാൻ അവ അത്യാവശ്യമാണ്. പോസിറ്റീവ് മനോഭാവമില്ലാത്ത വിജയത്തെ ഭാഗ്യമെന്നും പോസിറ്റീവ് മനോഭാവത്തോടെയുള്ള വിജയത്തെ നേട്ടമെന്നും വിളിക്കാം. വീണ്ടും ഒരു പുലർകാല വന്ദനം. ഹാപ്പി ഗുഡ് മോർണിംഗ് ടു എവ്രി വൺ. Kindly please subscribe, like and share. Each of your shares, subscriptions and likes are very worthy and valuable to me. നിങ്ങളുടെ ഓരോ ഷെയർസും സബ്സ്ക്രിപ്ഷൻസും ലൈക്കും വളരെ വിലപ്പെട്ടതാണ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു. വെരി ഗുഡ് മോർണിംഗ് ടു എവരിവൺ. സുഹൃത്തുക്കളെ, കാലവർഷം അതിശക്തമായി തുടരുന്ന ഈ വേളയിൽ അതോടൊപ്പം ഉള്ള അതിശക്തമായ ചുഴലി പോലെയുള്ള കാറ്റ് സമീപ പ്രദേശങ്ങളിൽ വളരെയധികം അപകടങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി സപ്ലൈ ലൈനുകൾക്കും പോസ്റ്റുകൾക്കും മീതെ മരങ്ങൾ കടപുഴകി വീണ് ഇലക്ട്രിസിറ്റി ലൈനുകൾ പൊട്ടി താഴെ വീണും പോസ്റ്റുകൾ ഒടിഞ്ഞു വീണും വളരെ ഗുരുതരാവസ്ഥയിലൂടെ കടന്നു പോകുന്ന അവസ്ഥകളാണ്. ഒരാഴ്ചകൾക്ക് ഏറെ ആയിട്ടും പല പ്രദേശങ്ങളിലും ഇന്നും ഇലക്ട്രിസിറ്റി സപ്ലൈ എത്തിച്ചേർന്നിട്ടില്ലാത്ത ഒരു ദുരവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കുട്ടികളും മുതിർന്നവരും ഒക്കെ തന്നെയും പുറത്തിറങ്ങുമ്പോഴും റോഡുകളിലൂടെ കടന്നു പോകുമ്പോഴും വളരെ സശ്രദ്ധം വീക്ഷിച്ച ശേഷം മാത്രം മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലും പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടാവാം. അവയെ സശ്രദ്ധം വീക്ഷിച്ചിട്ട് മുന്നോട്ട് നീങ്ങുവാൻ ശ്രദ്ധിക്കുക. യാതൊരു കാരണവശാലും പൊട്ടി വീണ ഇലക്ട്രിക്കൽ ലൈനുകളിൽ നിങ്ങളുടെ ശരീരഭാഗങ്ങൾ സമ്പർക്കത്തിൽ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും അപകടരഹിതമായ ഒരു ദിനം ആശംസിക്കുന്നു.